ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും കേരള നിയമസഭാ തെരഞ്ഞെടുപ്പ് അൺഒഫീഷ്യൽ സർവേ 2026 സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ആറന്മുള മണ്ഡലത്തെ പറ്റിയാണ്. ആറന്മുളയിൽ ആർക്കാണ് വിജയസാധ്യത എന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാം. അതിനായി LDFന് വേണ്ടിയിട്ട് വീണ ജോർജാണ് ആറന്മുളയിൽ മത്സരിക്കുന്നത്. ആരോഗ്യമന്ത്രിയായ വീണ ജോർജാണ് ആറന്മുളയിൽ LDFന് വേണ്ടി മത്സരിക്കുന്നത്. BJPക്ക് വേണ്ടി കുമ്മനം രാജശേഖരനാണ് മത്സരിക്കുന്നത്. UDFന് വേണ്ടിയിട്ട് അബിൻ വർക്കിയാണ് മത്സരിക്കുന്നത്. ആർക്കാണ് വിജയം എന്ന് നമുക്ക് ഈ വരുന്ന 9-ാം തീയതി വോട്ടെടുപ്പിലൂടെ അറിയാവുന്നതാണ്. ഇപ്പോഴത്തെ നിലവിലെ ആറന്മുളയിലെ സാഹചര്യം വെച്ചിട്ട് അബിൻ വർക്കിക്കാണ് കൂടുതൽ ചാൻസ് ഇപ്പോൾ കണ്ടുവരുന്നത്. കാരണം കഴിഞ്ഞ 2 പ്രാവശ്യവും വീണയായിരുന്നു അവിടെ മത്സരിച്ചത്. ചില നേട്ടങ്ങളൊക്കെ പത്തനംതിട്ട ജില്ലയിൽ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ പോലും പല കാര്യങ്ങളിലും മുൻ MLA ആയിട്ടുള്ള വീണയിലെ ആളുകൾക്കൊരു അസംതൃപ്തിയാണ് കണ്ടുവരുന്നത്. പ്രത്യേകിച്ച് സ്റ്റേഡിയം, അതുപോലുള്ള റോഡുകൾ, ജനറൽ ആശുപത്രിയൊക്കെ വികസനത്തിൻ്റെ പാതയിലാണെങ്കിൽ പോലും മുഴുവനും പൂർത്തീകരിക്കാൻ ഇതിനായിട്ട് പറ്റിയിട്ടില്ല. അതുപോലെ തന്നെ കോഴഞ്ചേരിയിലുള്ള പാലമൊക്കെ ആണെങ്കിലും വെറും പ്രഹസനമാണെന്നാണ് നമുക്ക് കിട്ടിയ ഗ്രൗണ്ട് ന്യൂസിലുള്ള ഓരോ റിപ്പോർട്ടും നമ്മളെ കാണിക്കുന്നത്. അതുപോലെ തന്നെ ഇത് ശക്തമായിട്ടുള്ളൊരു മത്സരമായിരിക്കും. കാരണം കുമ്മനം രാജശേഖരൻ്റെ ഒരു സാന്നിധ്യം അവിടെ കോൺഗ്രസിനും അതുപോലെ തന്നെ കമ്മ്യൂണിസ്റ്റിനും വലിയൊരു ചലഞ്ച് തന്നെ ആയിരിക്കും എന്ന് നമുക്ക് ഉറപ്പായും കണ്ടുവരാം. അതുപോലെ തന്നെ അബിൻ വർക്കി വിളയിൽ നിന്നാണെങ്കിലും ഈയിടയ്ക്ക് നടത്തിയ അബിൻ വർക്കിയും വീണ ജോർജും തമ്മിലുള്ള സംവാദത്തിൽ അബിൻ വർക്കി നല്ല രീതിയിലാണ് മുന്നോട്ട് വന്നത്. പോയിന്റുകളും കാര്യങ്ങളും എല്ലാം ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് തന്നെയാണ് അബിൻ വർക്കി മുന്നോട്ട് വെച്ചത്. അതുകൊണ്ടൊക്കെ തന്നെ പലയിടത്തും ഒന്നും മിണ്ടാപ്പറ്റാത്ത അവസ്ഥയിൽ തന്നെയായിരുന്നു വീണ ആ മീറ്റിങ്ങിൽ പങ്കെടുത്തത്. അതുപോലെ തന്നെ 2021 നോക്കുകയാണെന്നുണ്ടെങ്കിൽ വീണ ജോർജിന് 74,950 വോട്ടാണ് ലഭിച്ചത്. അതുപോലെ തന്നെ അന്ന് ഇന്റർനാഷണൽ കോൺഗ്രസ് വേണ്ടി മത്സരിച്ചത് K ശിവദാസൻ നായരായിരുന്നു. ശിവദാസൻ നായരിന് 55,947 വോട്ടും. BJPക്ക് വേണ്ടി ബിജു മാത്യുവാണ് നമ്മൾ മത്സരിച്ചത്. ബിജു മാത്യുവിന് ഏകദേശം 29,099 വോട്ടുമായിരുന്നു അന്ന് ലഭിച്ചത്. അന്ന് വീണ ജോർജ് തന്നെയായിരുന്നു വിജയിച്ച് കയറി വന്നത്. അതിന് മുമ്പത്തെ തെരഞ്ഞെടുപ്പിലും വീണ ജോർജ് ആയിരുന്നു വിജയിച്ചത്. പക്ഷേ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ ആയിരിക്കില്ല ഈ പ്രാവശ്യത്തെ വീണ ജോർജിന് പത്തനംതിട്ടയിലുള്ള സ്വീകാര്യതയെല്ലാം. എന്തുവായാലും വോട്ടിൻ്റെ ദിവസം വരെയുള്ള എന്തെങ്കിലും മിറാക്കിൾ സംഭവിക്കുക എന്നുള്ളതെല്ലാം നമുക്ക് വരും ദിവസങ്ങളിൽ കണ്ടിട്ട് കാണാം. ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക. താങ്ക് യു.